ഈ കുഞ്ഞിന് ബ്രെയിൻ സർജറി ചെയ്യുവാനായിട്ട് $83,000 വേണം, ഏകദേശം 70 ലക്ഷം രൂപ. പക്ഷെ അവരുടെ വീട്ടുകാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്, അവർക്കത് ആ ഒരു ചെലവ് ഏറ്റെടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സമീപിക്കുകയാണ്. റൊണാൾഡോ അടുത്ത് നേരിട്ടല്ല, കണക്ഷൻസ് ഒക്കെ വെച്ച് ശ്രമിക്കുകയാണ് സമീപിക്കുവാനായിട്ട്. ഈ ഒരു ബ്രെയിൻ സർജറി ചെയ്യുവാനായിട്ട് റൊണാൾഡോയുടെ ബൂട്ട്, സൈൻ ചെയ്തൊരു ബൂട്ട് കിട്ടുവാണെങ്കിൽ അത് സെല്ല് ചെയ്തിട്ടോ ഓപ്ഷൻ വെച്ചിട്ടോ ആ ക്യാഷ് കൊണ്ട് ഈ കുഞ്ഞു പയ്യന്റെ 10 മാസം പ്രായമുള്ള എറിക് എന്ന് പറഞ്ഞ ഈ പയ്യന്റെ ബ്രെയിൻ സർജറി ചെയ്യാനുള്ള പ്ലാനിങ് എന്ന് വെച്ചാൽ വേറെ വഴിയില്ല. ഇതാണ് ഇപ്പോൾ അവർ മുന്നിൽ കാണുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ ശ്രമിച്ചപ്പോൾ ആദ്യമൊന്നും റൊണാൾഡോ അടുത്ത് ഈ കാര്യം എത്തിയില്ല. പക്ഷേ കുറെ ശ്രമങ്ങൾക്കൊടുവിൽ ഈ മെസ്സേജ് റൊണാൾഡോ അടുത്ത് എത്തിയപ്പോൾ സൈൻ ചെയ്ത ബൂട്ട് ഉൾപ്പെടെ ജേഴ്സി ഉൾപ്പെടെ കൊടുത്തു. മാത്രമല്ല ആ ഒരു സർജറിക്കുള്ള ഫുൾ ചെലവ് റൊണാൾഡോ വഹിക്കുകയും ചെയ്തു, 70 ലക്ഷം. കൂടാതെ ഈ ബൂട്ടും ഈ ജേഴ്സിയും കൊടുത്തു. മാത്രമല്ല അതിനുശേഷം നടന്ന വേൾഡ് കപ്പിൽ 2014 വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇങ്ങനെ സീ പോണക്ക് അത്ര വൃത്തിയൊന്നുമില്ലാത്തൊരു ഹെയർ സ്റ്റൈലാണ്. അന്ന് ഞാനും വിചാരിച്ചു എന്താടോ ഇയാൾ ഈ ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിരിക്കുന്നത്, ഒരു സർജറി ചെയ്ത പോലെ. അപ്പൊ ഈ എറിക് എന്ന് പറഞ്ഞ 10 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ തല ബ്രെയിൻ സർജറി ചെയ്ത സമയത്തും ഇതുപോലെ സീ ഷേപ്പ് ഒരു സ്കാറാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ പുള്ളിക്കാരന് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അന്ന് 2014 ഈ സീ ഷേപ്പ് ഹെയർ കട്ടുമായിട്ട് വേൾഡ് കപ്പ് കളിച്ചത്.